ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോണറ്റ് 121 ആണ്. സോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ചധികം ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു സോണറ്റ് 121 നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല ഏതാനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പോയിന്റ്സും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും. സോ പൂർണ്ണമായും ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ലെറ്റ് സ്റ്റാർട്ട്. വില്യം ഷേക്സ്പിയർ അല്ലെ, നമുക്കറിയാം. ഷേക്സ്പിയറിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ. ഹീസ് ബിയോണ്ട് കമ്പാരിസൺ, ഇസ്ന്റ് ഇറ്റ്? ഗ്രേറ്റസ്റ്റ് റൈറ്റർ ഇംഗ്ലണ്ട് ഹാസ് എവർ സീൻ ആണ്, പ്ലേ റൈറ്റ് ആണ്, പോയറ്റ് ആണ്, ആക്ടർ ആണ് അല്ലെ. അദ്ദേഹം ജനിക്കുന്നത് 1564 ഏപ്രിൽ 23 അതുപോലെ തന്നെ ഏപ്രിൽ 23 1616 അദ്ദേഹം മരണമടയുന്നു. ഓക്കെ, അപ്പൊ ഏപ്രിൽ 23 എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. ഓക്കെ, അപ്പം ഇന്റർനാഷണൽ ബുക്ക് ഡേ ആയിട്ട് അല്ലെ ഏപ്രിൽ 23 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. ഓക്കെ, ഇനി അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ബാർഡ് ഓഫ് ഏവൺ, അതും അല്ലെങ്കിൽ ബാർഡ്, പിന്നെയോ ഇംഗ്ലണ്ട്സ് നാഷണൽ പോയറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ടൈറ്റിൽസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ബാർഡ് ഓഫ് ഏവൺ, ബാർഡ്, ഇംഗ്ലണ്ട്സ് നാഷണൽ പോയറ്റ്. ഓക്കെ, ഇനിയോ അദ്ദേഹവുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ആളുകളാണ് ജോൺ ഷേക്സ്പിയർ, മേരി ആർഡൻ, ആൻ ഹത്താവേ. ഓക്കെ, ഇതില് ജോൺ ഷേക്സ്പിയർ എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയറിന്റെ അച്ഛനായിരുന്നു, മേരി ആർഡൻ അമ്മയാണ്, ആൻ ഹത്താവേ ഭാര്യയാണ്. ഓക്കെ, 18 വയസ്സിലാണ് ഷേക്സ്പിയർ കല്യാണം കഴിക്കുന്നത്. പിന്നെയോ അവർക്ക് 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്, സൂസന്ന, ഹാംനെറ്റ് ആൻഡ് ജൂഡിത്ത്. ഇതില് ഹാംനെറ്റും ജൂഡിത്തും ട്വിൻസ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ലോർഡ് ചാമ്പർലൻസ് മെൻ എന്ന് പറയുന്ന ഒരു പ്ലേയിങ് കമ്പനിയെ കുറിച്ചാണ്. ഓക്കെ, ലോർഡ് ചാമ്പർലൻസ് മെൻ എന്ന് പറയുന്നത് ലൈക്ക് ഷേക്സ്പിയർ ഏറ്റവും കൂടുതൽ പ്ലേസ് ഈ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ആക്ടറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലൈക്ക് അതുപോലെ തന്നെ പ്ലേസ് അദ്ദേഹം ഈ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്, ഓക്കെ, പ്ലേയിങ് കമ്പനിക്ക് വേണ്ടി എഴുതി കൊടുത്തിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ലോർഡ് ചാമ്പർലൻസ് മെൻ. ഓക്കെ, അപ്പം അതിനുശേഷം ഈ ഒരു ലോർഡ് ചാമ്പർലൻസ് മെൻ എന്നുള്ള ഈ ഒരു പെർട്ടിക്കുലർ പ്ലേയിങ് കമ്പനി ദ കിങ്സ് മെൻ എന്നുള്ള കമ്പനി ആയിട്ട് അറിയപ്പെടുവാണ്. അത് കമ്പനി കെയിം ടു ബി നോൺ ആസ് കിങ്സ് മെൻ, ദ കിങ്സ് മെൻ. ഓക്കെ, പിന്നീട് ജെയിംസ് I രാജാവാകുന്നതോടുകൂടി ലോർഡ് ചാമ്പർലൻസ് മെൻ എന്നുള്ള ആ ഒരു കമ്പനി ദ കിങ്സ് മെൻ എന്നുള്ള കമ്പനി ആയിട്ട്, ഐ മീൻ പ്ലേയിങ് കമ്പനി ആയിട്ട് മാറുന്നു. അത് 1603 ഓക്കെ, പിന്നെ ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പെർട്ടിക്കുലർ തിയേറ്ററിന്റെ പേരാണ് ദ തിയേറ്റർ. ഓക്കെ, ഈ ഒരു ദ തിയേറ്റർ എന്ന് പറയുന്ന ഈ ഒരു തിയേറ്ററിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇറ്റ് വാസ് ദ ഫസ്റ്റ് പെർമനന്റ് തിയേറ്റർ എവർ ബിൽറ്റ് ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ, ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് വന്ന പെർമനന്റ് തിയേറ്റർ എന്ന് ചോദിച്ചാൽ 1576 ദ തിയേറ്റർ ആണ്. ഓക്കെ, പിന്നീട് എന്ത് സംഭവിക്കുന്നു? ദ ഗ്ലോബ് തിയേറ്റർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ നിലവിൽ വരികയും ചെയ്യുന്നു. ഓക്കെ, അത് ഏത് വർഷത്തിലാണെന്ന് ചോദിച്ചാൽ 1597 1597 ഗ്ലോബ് തിയേറ്റർ നിലവിൽ വരുന്നു. 1597 അല്ലെങ്കിൽ 1599 ആ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഗ്ലോബ് തിയേറ്ററിന്റെ സിഗ്നിഫിക്കൻസ്, ഓക്കെ, പ്ലേസിന്റെ പെർഫോമൻസിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് 1613 ഇറ്റ് വാസ് ഡിസ്ട്രോയിഡ് ഇൻ എ ഫയർ, ഒരു ഫയറിൽ അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു. പിന്നീട് 1614 ഇത് റീബിൽഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ശേഷം 1997 ഇത് റീകൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നു ആൻഡ് വാസ് ഓപ്പൺഡ് ആസ് ഷേക്സ്പിയേഴ്സ് ദ ഗ്ലോബ്. ഓക്കെ, പിന്നീട് 1997 ശേഷം ഗ്ലോബ് തിയേറ്റർ എന്നല്ല അറിയപ്പെട്ടിരുന്നത്, ഷേക്സ്പിയേഴ്സ് ദ ഗ്ലോബ് എന്നുള്ള രീതിക്കാണ് അത് അറിയപ്പെട്ടത്. ഓക്കെ, ഇനി ഷേക്സ്പിയറിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 38 പ്ലേസ് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിലുണ്ട്. ഓക്കെ, അദ്ദേഹം എഴുതപ്പെട്ട 38 പ്ലേസ് ഉണ്ടെന്ന് പറയുന്നു. അതിൽ കോമഡീസ് വരും, ഹിസ്റ്ററീസ് വരും, ട്രാജഡീസും വരും. ഓക്കെ, ഇതില് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്ക് ഏതാന്ന് ചോദിച്ചാൽ അത് വീനസ് ആൻഡ് അഡോണിസ് ആണ്. ഓക്കെ, അപ്പൊ വീനസ് ആൻഡ് അഡോണിസ് എന്ന് പറയുന്നത് ഒരു ലോങ് നറേറ്റീവ് പോം ആണ്. ഓക്കെ, വീനസ് ആൻഡ് അഡോണിസ്, അതുപോലെ തന്നെ ദ റേപ്പ് ഓഫ് ലുക്രീസിയ. അപ്പൊ ഇങ്ങനെയുള്ള ലോങ് നറേറ്റീവ് പോംസ്, ഓക്കെ, ഏതാണ്ട് 4 ലോങ് നറേറ്റീവ് പോംസ് ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അദ്ദേഹത്തിന്റെ പബ്ലിഷ്ഡ് വർക്ക് എന്ന് അവകാശപ്പെടാനായിട്ട് സാധിക്കുന്നത് വീനസ് ആൻഡ് അഡോണിസ് ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് പ്ലേ ഏതാണ്? ഷേക്സ്പിയറിന്റെ ഫസ്റ്റ് പ്ലേ എന്ന് പറയുന്നത് ഹെൻറി VI ആണ്. ഓക്കെ, ഹെൻറി VI പാർട്ട് 1. ഹെൻറി VI തന്നെ പാർട്ട് 1, 2, 3 ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതില്
ഹെൻറി സിക്സ് പാർട്ട് 1 ആണ് അദ്ദേഹം ആദ്യം എഴുതിയ പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പ്ലേ എന്ന് പറയുന്നത് ദ ടു നോബിൾ കിൻസ്മെൻ ആണ്. ഓക്കെ, ദ ടു നോബിൾ കിൻസ്മെൻ. ഓക്കെ, ഇനി ഇതിൽ ഹെൻറി സിക്സ് പാർട്ട് 1 എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ പ്ലേ ഉണ്ടല്ലോ, അത് അദ്ദേഹം ക്രിസ്റ്റഫർ മാർലോവിന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് എഴുതിയതാണ് എന്ന് ഒരു പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഹെൻറി സിക്സ് പാർട്ട് 1 അത് ലൈക് ഷേക്സ്പിയർ ഒറ്റയ്ക്ക് എഴുതിയതല്ല, മാർലോവുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് എഴുതിയതാണ് എന്നുള്ള ഒരു കാര്യം പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് പ്ലേ ആയിട്ടുള്ള ദ ടു നോബിൾ കിൻസ്മെൻ അല്ലെ, അപ്പൊ ഇതും ഒരു കൊളാബറേഷൻ ആണ് എന്ന് പറയപ്പെടുന്നു. ജോൺ ഫ്ലെച്ചറുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് എഴുതിയ ഒരു പ്ലേ ആണ് എന്ന് പറയുന്നു, ദ ടു നോബിൾ കിൻസ്മെൻ. ഓക്കെ, റൈറ്റ്. ഇനി ഈ ഷേക്സ്പിയറുടെ വർക്ക്സിന്റെ സോഴ്സസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും, നിയർലി ഓൾ ഓഫ് ഷേക്സ്പിയർസ് ഹിസ്റ്ററി പ്ലേസ് have taken their themes from the Chronicles of England, Scotland and Ireland. Okay, അപ്പം അതിനെയാണ് ഈ റാഫേൽസ് ഹോളിൻഷിൻസ് ക്രോണിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, റാഫേൽ ഹോളിൻഷിന്റെ ക്രോണിക്കിൾസ് എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപം ഇതാണ്, ദ ക്രോണിക്കിൾസ് ഓഫ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ആൻഡ് അയർലൻഡ്. ഓക്കെ, അത് പബ്ലിഷ് ചെയ്യുന്നത് 1577 ഓക്കെ, അപ്പം റാഫേൽ ഹോളിൻഷിൻ എന്ന് പറയുന്ന ഒരാളാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്നാണ് കൂടുതലായിട്ടും അദ്ദേഹം തീംസ് സോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഷേക്സ്പിയറിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയാനായിട്ട് പറ്റുന്നത് ഈ പറയുന്ന ക്രോണിക്കിൾസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്ലൂട്ടാർക്സ് ലൈവ്സ്, ഇറ്റാലിയൻ സ്റ്റോറീസ്, ക്ലാസിക്കൽ മിത്സ്, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിന് സോഴ്സ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെയോ ഷേക്സ്പിയറിന്റെ തീംസ് എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ടവ പാസേജ് ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു പ്രത്യേക തീം അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീമാണ്. ബ്യൂട്ടി, ലവ്, ഇമോർട്ടാലിറ്റി, ജലസി, ബിട്രയൽ, ഏജിങ്, ഇൻഫിഡിലിറ്റി, ഈ പറയുന്ന തീംസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷേക്സ്പീരിയൻ വർക്ക്സിൽ കാണാനായിട്ട് പറ്റുന്ന തീംസ്. ഓക്കെ, ടൈം ഉണ്ട്, ബ്യൂട്ടി, ലവ്, ഇമോർട്ടാലിറ്റി, ജലസി, ബിട്രയൽ, ഏജിങ്, ഇൻഫിഡിലിറ്റി. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ എപ്പിറ്റാഫിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ആ ഒരു ലൈക്ക് സെന്റൻസ്, ഒരു വേർഡിംഗ് ഉണ്ട്, അതെന്താണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ഫ്രം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ബ്ലെസ്ഡ് ബി ദ മാൻ ദാറ്റ് സ്പെയർസ് ദീ സ്റ്റോൺസ്. ആരുടെ എപ്പിറ്റാഫിലാണ് ഈ പറയുന്ന സെന്റൻസ് എഴുതിയിട്ടുള്ളത്? ബ്ലെസ്ഡ് ബി ദ മാൻ ദാറ്റ് സ്പെയർസ് ദീ സ്റ്റോൺസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് നൺ അതർ ദാൻ ഷേക്സ്പിയർ. ഓക്കെ, നൗ ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ വർക്ക്സിലോട്ട് കടക്കാം. നമുക്ക് സോണറ്റ് റിലേറ്റഡ് ആയിട്ട് പറയാനായിട്ടുള്ളത് ഫസ്റ്റ് ഫോളിയോ ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വർക്ക്സിന്റെ ആ ഒരു കമ്പൈലേഷൻ നമുക്ക് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫോളിയോയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പം വില്യം ഷേക്സ്പിയർ 154 സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ലോങ് നെറേറ്റീവ് പോംസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഈ പറയുന്ന ഷേക്സ്പിയറിന്റെ പോംസ് അല്ലെങ്കിൽ സോണറ്റ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ക്വാട്ടോയിലാണ്. ക്വാട്ടോ എഡിഷൻ കണ്ടോ? അപ്പൊ ക്വാട്ടോ എഡിഷനിലാണ് ആദ്യം ഈ പറയുന്ന 154 സോണറ്റ്സും ആള് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിലാണ് നമുക്ക് ഈ പറയുന്ന ടൈം, മൊറാലിറ്റി, ലവ്, ബ്യൂട്ടി, ഇൻഫിഡിലിറ്റി, ജലസി റിലേറ്റഡ് ആയിട്ടുള്ള തീംസ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് അപ്പം ആദ്യം പബ്ലിഷ് ചെയ്യപ്പെട്ടത് 1609 അത് ക്വാട്ടോ എഡിഷൻ ആണ് എന്നുള്ളത് നമുക്കറിയണം. പിന്നെയോ അപ്പൊ അത് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? അത് തോമസ് തോർപ്പ് ആണ്. ഓക്കെ, തോമസ് തോർപ്പ് എന്ന് പറയുന്ന പബ്ലിഷർ ആണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ മരണാനന്തരം 1623 നമുക്കറിയാം 1616 അദ്ദേഹം മരണമടഞ്ഞു. 1623 ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫോളിയോ ഇദ്ദേഹത്തിന്റെ പ്ലേസിന്റെ കളക്ഷൻ ആയിട്ടുള്ള ഫസ്റ്റ് ഫോളിയോ നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുന്നേ 1623 മുന്നേ അദ്ദേഹത്തിന്റെ വർക്ക്സ് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ക്വാട്ടോ എഡിഷനിലാണ്. 1609 അത് ആദ്യം പബ്ലിഷ് ചെയ്യപ്പെട്ടത്. അതിൽ 154 സോണറ്റ്സ് ഉണ്ടായിരുന്നു. അത് കൂടാതെ ആ ലവേഴ്സ് കംപ്ലൈന്റ് എന്ന് പറയുന്ന റൈൻ റോയലിൽ എഴുതിയ ഒരു ലോങ് പോം അതിലുണ്ടായിരുന്നു. ഓക്കെ, ആ ലവേഴ്സ് കംപ്ലൈന്റ് ഓർത്തു വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ആ ലവേഴ്സ് കംപ്ലൈന്റ്. ഓക്കെ, 154 സോണറ്റ്സ്, അതുപോലെ ആ ലവേഴ്സ് കംപ്ലൈന്റ്. ഇനി ആ ഒരു ക്വാർട്ടർ എഡിഷന്റെ ഫസ്റ്റ് പേജില് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ആ ഒരു ലൈക്ക് ഹെഡിങ് ലൈൻസ് ഇങ്ങനെയായിരുന്നു: ഷേക്സ്പിയർ സോണറ്റ്സ് നെവർ ബിഫോർ ഇംപ്രിന്റഡ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഷേക്സ്പിയർ സോണറ്റ്സ് നെവർ ബിഫോർ ഇംപ്രിന്റഡ് എന്നുള്ള രീതിക്കാണ് അതില്
ആദ്യ പേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പബ്ലിഷ്ഡ് 1609, ഫസ്റ്റ് ഫോളിയോ 1623. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഫസ്റ്റ് ഫോളിയോ വരുന്ന സമയത്ത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ കമ്പൈലേഷൻ നടന്നത് അല്ലെ? അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് രണ്ട് പേരുകൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ജോൺ ഹെമിങ്സ് ആണ്, അതുപോലെ ഹെൻറി കോണ്ടിൽ ആണ്. ഓക്കെ, അപ്പൊ ജോൺ ഹെമിങ്സും ഹെൻറി കോണ്ടിലും എന്താണ് ചെയ്തത്? ദീസ് ടു പീപ്പിൾ ആക്ച്വലി കളക്റ്റഡ്, അതുപോലെ കമ്പൈൽ ചെയ്യുക ചെയ്തത്. ഈ പറയുന്ന ഷേക്സ്പിയറുടെ വർക്ക്സ് ഒക്കെ കമ്പൈൽ ചെയ്ത് കൊണ്ടുവരുന്നത് ജോൺ ഹെമിങ്സും ഹെൻറി കോണ്ടലും ആണ്. ഓക്കെ, അത് പിന്നീട് പബ്ലിഷ് ചെയ്യുന്നത് എഡ്വേർഡ് ബ്ലോണ്ട് ആൻഡ് ഐസക് ജുഗാർഡ്. ആ ഒരു പബ്ലിഷേഴ്സ് ആണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പ്രിഫേറ്ററി പോയം, പ്രിഫേസിൽ ഒരു പോം ഉണ്ടായിരുന്നു. അത് എഴുതിയത് ആരായിരുന്നു? അത് ബെൻ ജോൺസൺ ആണ് എഴുതുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഫസ്റ്റ് ഫോളിയോയുടെ പ്രിഫേസിൽ ഒരു പോം എഴുതിയിരിക്കുന്നത് ബെൻ ജോൺസൺ ആണ്. അപ്പൊ ആ ഒരു പ്രിഫേസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഷേക്സ്പിയറിനെ കുറിച്ച് ബെൻ ജോൺസൺ പറഞ്ഞ ഒരു കാര്യമാണ്, ക്രിട്ടിക്കൽ റിമാർക്ക് ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഹി വാസ് നോട്ട് ഓഫ് എൻ ഏജ് ബട്ട് ഫോർ ഓൾ ടൈം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വരാം, ആരാണ് ഹി വാസ് നോട്ട് ഓഫ് എൻ ഏജ് ബട്ട് ഫോർ ഓൾ ടൈം എന്ന് ഷേക്സ്പിയറെ കുറിച്ച് പറഞ്ഞത് എന്നുള്ള ചോദ്യം വരാം അല്ലെ? ഹി വാസ് നോട്ട് ഓഫ് എൻ ഏജ് ബട്ട് ഫോർ ഓൾ ടൈം. ആരാണ് പറഞ്ഞത്? ബെൻ ജോൺസൺ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഫോളിയോ 1623 വരുന്നു. പിന്നീട് 1632 സെക്കൻഡ് ഫോളിയോ വരുന്നു. 1663 തേർഡ് ഫോളിയോ വരുന്നു. ഫോർത്ത് ഫോളിയോ വരുന്നത് 1685 ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 ഫോളിയോ ഷേക്സ്പിയറിന്റേതായിട്ട് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഫോളിയോയുടെ ഇയർ നോട്ട് ചെയ്ത് വെക്കുക, 1623. ഓക്കെ, ഇനി ഈ ഒരു ഫസ്റ്റ് ഫോളിയോയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഈ ഒരു വർക്ക്സ് ഒക്കെ ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡെഡിക്കേഷൻ ടു മിസ്റ്റർ WH, ഇങ്ങനെ തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, മിസ്റ്റർ WH. ഓക്കെ, ചോദ്യം വരാം, ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്? മിസ്റ്റർ WH-നാണ്. അത് ആരാണ് ഈ WH എന്നുള്ളത് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു അറിവില്ല. ഇറ്റ്സ് ഐഡന്റിറ്റി സ്റ്റിൽ ഡിബേറ്റഡ് ആണ്. ഓക്കെ, അപ്പോ അത് രണ്ട് സാധ്യതകൾ പറയുന്നത്, ഒന്ന് വില്യം ഹെർബർട്ട് ആണ്. വില്യം ഹെർബർട്ട് എന്ന് പറയുന്നത് ഏൾ ഓഫ് പെംബ്രോക്ക് ആണ്. ഓക്കെ, അപ്പം വില്യം ഹെർബർട്ടിനാണ് വീനസ് ആൻഡ് അഡോണിസ് ഒക്കെ നമ്മുടെ ഷേക്സ്പിയർ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ ആവാം, മേ ബി വില്യം ഹെർബർട്ടിന്റെ ചുരുക്കെഴുത്താണ് WH എന്നുള്ള ഒരു വാദം നിലവിലുണ്ട്. അതേപോലെ തന്നെ ഹെൻറി റിയോട്ട്സ്ലി, ഓക്കെ, ആരാണത്? ഏൾ ഓഫ് സൗത്താംപ്ടൺ ആണ്. അപ്പം ഹെൻറി റിയോട്ട്സ്ലി HW, അത് തിരിച്ചിട്ടാൽ WH എന്നുള്ള രീതിക്ക് വരും അല്ലെ? അപ്പം റിയോട്ട്സ്ലി ആണോ എന്നുള്ള സംശയവും നിലവിലുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പേരുകളാണ് WH ആരാവും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്നുള്ള രീതിക്ക് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ള വാദങ്ങൾ. ഓക്കെ, പിന്നെയോ ഷേക്സ്പിയർ എഴുതിയ സോണറ്റ്സ് ഒക്കെ ഇംഗ്ലീഷ് സോണറ്റ് ഫോമിൽ ഉള്ളതായിരുന്നു, അല്ലെങ്കിൽ ഷേക്സ്പീരിയൻ സോണറ്റ് ഫോമിൽ ഉള്ളതായിരുന്നു. അതിൽ എത്ര ലൈൻസ് കാണും? 14 ലൈൻസ് ആയിരിക്കും അല്ലെ? സോണറ്റ് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിൽ 14 ലൈൻസ് ആണ് സാധാരണ ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ ഈ 14 ലൈൻസ് എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവുക? 3 ക്വാഡ്രൈൻസ് ആയിട്ടും ഒരു റൈംഡ് കപ്ലറ്റ് ആയിരിക്കും. ഓക്കെ, ക്വാഡ്രൈൻസും ഉണ്ടാവും, കപ്ലറ്റും ഉണ്ടാവും. എത്ര ക്വാഡ്രൈൻസ് ഉണ്ടാവും? 3 ക്വാഡ്രൈൻസ് ഉണ്ടാവും. അതായത് ക്വാഡ്രൈൻസ് എന്ന് പറഞ്ഞാൽ 4 വരികളാണ് അല്ലെ? അപ്പൊ 3 ക്വാഡ്രൈൻസ് എന്ന് പറയുമ്പോൾ 3 × 4 അല്ലെ? എത്രയായി? 12. അതിന്റെ കൂടെ ഒരു റൈംഡ് കപ്ലറ്റ് 2 ലൈൻസ്, അങ്ങനെയാണ് 14 ലൈൻസ് അവിടെ വരുന്നത്. സോ 3 ക്വാഡ്രൈൻസ് ആൻഡ് 1 റൈംഡ് കപ്ലറ്റ്. ഓക്കെ, അപ്പം അസാധാരണ ഷേക്സ്പീരിയൻ സോണറ്റ്സിന്റെ റൈം സ്കീം എങ്ങനെയായിരിക്കും വരിക? AB AB, CD CD, EF EF, GG എന്നുള്ള രീതിക്കാണ് ഷേക്സ്പീരിയൻ സോണറ്റുകളുടെ റൈം സ്കീം വരുന്നത്. ഇനി അദ്ദേഹം യൂസ് ചെയ്യുന്ന മീറ്റർ, സോണറ്റ്സിൽ യൂസ് ചെയ്യുന്ന മീറ്റർ ഇയാംബിക് പെന്റാമീറ്റർ ആണ്. അപ്പം ഇയാംബിക് പെന്റാമീറ്റർ എന്ന് പറഞ്ഞാല് ഡെക്കാസിലബിക് ആയിരിക്കും, അതായത് 10 സിലബിൾ ഉള്ള ടൈപ്പ് ആയിരിക്കും. ഡെക്കാസിലാബിക് ലൈൻസ് ആയിരിക്കും ഈ പറയുന്ന സോണറ്റ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. അയാംബിക് പെന്റാമീറ്റർ ആണ് അവിടെ മീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ സോണറ്റ്സിൽ വോൾട്ട കാണാനായിട്ട് സാധിക്കും. തേർഡ് ക്വാർട്ടറിന്റെ അവസാനം നമുക്ക് വോൾട്ട കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ 13th ലൈനിൽ നമുക്ക് ഈ ഒരു വോൾട്ട എന്ന് പറയുന്ന ഒരു ടേൺ ഓഫ് ഈവൻസ് എന്നുള്ള രീതിക്കാണ് അതായത് ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് വരുന്നു, പെട്ടെന്ന് അതിലൊരു മാറ്റം വരുന്നു, ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് ഇൻ തോട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോൾട്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള വോൾട്ട നമുക്ക് ഇദ്ദേഹത്തിന്റെ സോണറ്റ്സിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ പറയുന്ന 154 സോണറ്റ്സ് അല്ലെ? അതായത് ഷേക്സ്പിയറിന്റെ 154 സോണറ്റ്സിൽ ആദ്യത്തെ
126 1 മുതൽ 126 സോണറ്റ്സ് വരെ ഫെയർ യൂത്ത് സീരീസിൽ വരുന്നതാണ്. അതായത് ഒരു യങ് മാൻ അദ്ദേഹത്തെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള സോണറ്റ്സ് ആണ് നമുക്ക് 1 മുതൽ 126 സോണറ്റ്സിലും കാണാനായിട്ട് സാധിക്കുന്നത്. അതില് ആദ്യത്തെ 17 1 മുതൽ 17 വരെയുള്ളത് പ്രോക്രിയേഷൻ സോണറ്റ്സ് എന്നുള്ള രീതിക്കാണ്, ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പ്രോക്രിയേഷൻ സോണറ്റ്സ്. അപ്പൊ 1 മുതൽ 126 വരെ ഫെയർ യൂത്ത് സോണറ്റ്സ് ആണ്. അതില് 1 മുതൽ 17 വരെ പ്രോക്രിയേഷൻ സോണറ്റ്സ് ആണ്. അതുപോലെ 127 മുതൽ 152 വരെ. ഓക്കെ, അപ്പൊ 126 വരെ ഫെയർ യൂത്തിനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ളത്. 127 തൊട്ട് 152 വരെ ഒരു ഡാർക്ക് മിസ്റ്റീരിയസ് ലേഡിയെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള സോണറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഇതില് ചില സോണറ്റ്സിൽ ഒരു റൈവൽ പോയിറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആരായിരിക്കും ഈ റൈവൽ പോയിറ്റ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പം പോസിബിളി അത് ക്രിസ്റ്റഫർ മർലോ അല്ലെങ്കിൽ ജോർജ് ചാപ്മാൻ ആവാനാണ് സാധ്യത എന്നുള്ളതാണ് കൂടുതൽ ക്രിറ്റിക്സും പറയുന്നത്. ഓക്കെ, അപ്പം റൈവൽ പോയിറ്റ് ഉണ്ട് ചില സോണറ്റ്സിൽ, പോസിബിളി ക്രിസ്റ്റഫർ മർലോ ഓർ ജോർജ് ചാപ്മാൻ. അതുപോലെ അവസാനത്തെ 2 സോണറ്റ്സ്, അതായത് 153 സോണറ്റിലും 154 സോണറ്റിലും നമുക്ക് ക്യൂപ്പിഡ് എന്ന് പറയുന്നത് ലവ് ഗോഡ് ആണ് അല്ലെ, ലിറ്റിൽ ലവ് ഗോഡ്. അതുപോലെ ഗ്രീക്ക് എപ്പിഗ്രാംസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഡയന, അതുപോലെ ഈ പറയുന്ന ക്യൂപ്പിഡ്, ഗ്രീക്ക് എപ്പിഗ്രാംസ് ഒക്കെ കാണാനായിട്ട് പറ്റുന്ന ലൈക്ക് സോണറ്റ്സ് ഏതാന്ന് ചോദിച്ചാൽ 153 and 154 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷേക്സ്പിയറിന്റെ ഏതാനും സോണറ്റ്സും അതിന്റെ ആദ്യത്തെ ലൈൻസും ഒന്ന് നോക്കാം. സോണറ്റ് 18 സ്റ്റാർട്ട് ചെയ്യുന്നത് ഷാൽ ഐ കമ്പയർ thee to a summer's day എന്നുള്ള വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലൈൻ വെച്ചാണ്. അതുപോലെ സോണറ്റ് 29 when in disgrace with fortune and men's eyes എന്ന് തുടങ്ങുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ലൈനാണ്. സോണറ്റ് 29 ആണത്. ഓക്കെ, അതുപോലെ സോണറ്റ് 73 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, the time of year thou mayst in me behold എന്ന് പറഞ്ഞു തുടങ്ങുന്ന സോണറ്റ് 73. അതുപോലെ സോണറ്റ് 116 let me not to the marriage of true minds വളരെ ഫേമസ് ആണ്, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു സോണറ്റ് ആണ് സോണറ്റ് 116. ഓക്കെ, ലെറ്റ് മീ നോട്ട് ടു ദ മാരേജ് ഓഫ് ട്രൂ മൈൻഡ്സ് എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ ലൈൻ ആദ്യം വരുന്ന സോണറ്റ്. അതുപോലെ സോണറ്റ് 130 ഉണ്ട്, മൈ മിസ്ട്രസ് ഐസ് ആർ നത്തിങ് ലൈക്ക് ദ സൺ എന്ന് തുടങ്ങുന്ന ലവ് സോണറ്റ് ആണ്. ഓക്കെ, സോണറ്റ് 130. ഓക്കെ, അപ്പം ഈ പറയുന്ന ലൈൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഷാൽ ഐ കമ്പയർ thee to a summer's day 18, sonnet 18, when in disgrace with fortune and men's eyes. Sonnet 29, that time of year thou mayst in me behold എന്ന് പറയുന്ന സോണറ്റ് 73, let me not to the marriage of true minds എന്ന് പറയുന്ന സോണറ്റ് 116. അതുപോലെ my mistress eyes are nothing like the sun എന്ന് പറയുന്ന സോണറ്റ് 130. ഓക്കെ, നമ്മൾ ഇത്ര നേരം ഷേക്സ്പിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഷേക്സ്പിയറിന്റെ സോണറ്റ്സിനെ കുറിച്ചും സംസാരിച്ചു. അപ്പൊ സോണറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ല അല്ലെ. സോണറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് പെട്രാർക്ക്. ഓക്കെ, പെട്രാർക്ക് ആണ് സോണറ്റ്സിന്റെ പിതാവ് എന്നുള്ള രീതിക്ക് അറിയപ്പെടുന്നത്. ഹിസ് ആൻ ഇറ്റാലിയൻ. ഓക്കെ, ഇറ്റാലിയൻ റൈറ്റർ ആണ്. പിന്നീട് ലൈക്ക് നമ്മുടെ പെട്രാർക്കൻ സോണറ്റ്സിന് ഇംഗ്ലീഷിലോട്ട് ഇംഗ്ലീഷ് സോണറ്റ്സ് എന്നുള്ള രീതിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തോമസ് വ്യാട്ട് ആണ്. ഓക്കെ, അപ്പൊ തോമസ് വ്യാട്ട് ആണ് ലൈക്ക് ഇംഗ്ലീഷ് സോണറ്റ്സിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഇംഗ്ലീഷ് സോണറ്റ്സ് എന്നറിയപ്പെടുന്നത് തോമസ് വ്യാട്ട് ആണ്. പക്ഷേ അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നത് ഹെൻറി ഹവാർഡ് ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെട്രാർക്ക് ഇറ്റാലിയൻ ആണ്, അദ്ദേഹം ഫാദർ ഓഫ് സോണറ്റ്സ് എന്നറിയപ്പെടുന്നു. ഇംഗ്ലീഷ് സോണറ്റ്സ് ഇംഗ്ലീഷിലോട്ട് അതിനെ ആ ഒരു സോണറ്റിന് ഇംഗ്ലീഷിലോട്ട് ഉള്ള ഒരു ട്രാൻസ്ലേഷൻ അതുപോലെ അതിന്റെ ഒരു രീതിക്ക് കൊണ്ടുവരുന്നത് ആരാണ്? തോമസ് വ്യാട്ട് ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തോമസ് വ്യാട്ട് ആണ്. സോ അദ്ദേഹമാണ് ലൈക്ക് ഫാദർ ഓഫ് ഇംഗ്ലീഷ് സോണറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ കംസ് ഹെൻറി ഹവാർഡ്. ഹെൻറി ഹവാർഡ് ഈ ഒരു പെർട്ടിക്കുലർ ഇംഗ്ലീഷ് സോണറ്റ്സിനെ എന്ത് ചെയ്തു? പോപ്പുലറൈസ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഇനി സോണറ്റോ എന്നുള്ള വാക്ക് ലാറ്റിൻ വാക്കിൽ നിന്നാണ് സോണറ്റ് എന്നുള്ള ആ ഒരു വേർഡ് വരുന്നത്. സോണറ്റോ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ സോങ് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ലിറ്റിൽ സോങ്, ഓക്കെ, ചെറിയ പാട്ട് എന്നുള്ള രീതിക്കാണ് സോണറ്റോ എന്നുള്ള വാക്കിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പൊ പെട്രാർക്കൻ സോണറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഒക്ടേവ് ഉണ്ടാവും, അതിന്റെ കൂടെ പിന്നെ ഒരു സെസ്റ്ററ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഒരു ഒക്ടേവും ഒരു സെസ്റ്ററ്റും. അതിന്റെ ലൈക്ക് റൈം സ്കീം എന്ന് പറയുന്നത് ഇതാണ്: ABBA ABBA CDC DCD അല്ലെങ്കിൽ ABBA ABBA CDE
CDE. ഓക്കെ, അപ്പൊ ഇതില് ഈ പറയുന്ന 8 ലൈൻസ് അല്ലെ, ABBA ABBA എന്ന് തുടങ്ങുന്ന ഈ 8 ലൈൻസിനെയാണ് നമ്മൾ ഒക്ടേവ് എന്ന് പറയുന്നത്. അതുപോലെ ഈ CDC DCD അല്ലെങ്കിൽ CDE CDE അതിനെയാണ് നമ്മൾ സെസ്റ്റെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇംഗ്ലീഷ് സോണറ്റിലോട്ട് വരുന്ന സമയത്ത് അതിലൊരു ചേഞ്ച് വരുന്നുണ്ട്. 3 ക്വാർട്ടറൈൻസും അതുപോലെ ഒരു കപ്ലറ്റും ആണ് നമുക്ക് ഇംഗ്ലീഷ് സോണറ്റ്സിന്റെ കാര്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഷേക്സ്പിയറിന്റെ സോണറ്റ്സിൽ അല്ലെ, ഇംഗ്ലീഷ് സോണറ്റ്സിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. ഓക്കെ, എലിസബത്തിയൻ സോണറ്റ്സ് എന്നുള്ള രീതിക്ക് കൂടി ഇംഗ്ലീഷ് സോണറ്റ്സ് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ 3 ക്വാർട്ടറൈൻസും ഒരു കപ്ലറ്റും. ക്വാർട്ടറൈൻസ് എന്ന് പറഞ്ഞാൽ 4 ലൈൻസ്, അപ്പൊ 4 ലൈൻസ് ഉള്ള 3 ക്വാർട്ടറൈൻസ്, അപ്പൊ എത്ര വരും? 12. അതിന്റെ കൂടെ ഒരു കപ്ലറ്റ്, അപ്പൊ 2 14. അങ്ങനെയാണ് 14 ലൈൻസ് ഉള്ള സോണറ്റ്സ് വരുന്നത്. ഓക്കെ, ഇത് കൂടാതെ പെട്രാർക്കൻ സോണറ്റ്സ്, ഇംഗ്ലീഷ് സോണറ്റ്സ് കൂടാതെ സ്പെൻസേറിയൻ സോണറ്റ്സ് കൂടി ഉണ്ട്. അത് പോപ്പുലറൈസ് ചെയ്തത് ലൈക്ക് സ്പെൻസർ ആണ്. ഓക്കെ, അപ്പം എഡ്മണ്ട് സ്പെൻസർ ആണ് അത് ലൈക്ക് പോപ്പുലറൈസ് ചെയ്തത്. അപ്പൊ അതിന്റെ റൈം സ്കീം എന്ന് പറയുന്നത് എന്താണ്? ABAB BCBC CDCD EE. ഓക്കെ, അപ്പൊ അതിൽ ചേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇംഗ്ലീഷ് സോണറ്റ്സിന്റെ കാര്യം നമുക്കറിയാം അല്ലെ, ABAB CDCD EFEF GG ആണ് ഇംഗ്ലീഷ് സോണറ്റ്സിന്റെ ലൈക്ക് റൈം സ്കീം വരുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി സോണറ്റ് 121 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ഫെയർ യൂത്ത് സീരീസിൽ വരുന്ന ഒന്നാണ് സോണറ്റ് 121 എന്ന് പറയുന്നത്. കണ്ടംസ് ഹിപ്പോക്രസിയെ കണ്ടം ചെയ്യുന്ന, ഓക്കെ, ഹിപ്പോക്രസി ആണ് അതിന്റെ മെയിൻ തീമായിട്ട് വരുന്നത്. അതിന്റെ ആദ്യത്തെ ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോണറ്റ് 121ന്റെ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് ബെറ്റർ ടു ബി വൈൽ ദാൻ വൈൽ എസ്റ്റീംഡ് എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താണ്? ബെറ്റർ ടു ആക്ച്വലി ബി സിൻഫുൾ ദാൻ റോങ്ലി അക്യൂസ്ഡ് ഓഫ് ഇറ്റ് അല്ലെ. അതായത് നമ്മൾ ഓൾറെഡി ചെയ്യാത്തൊരു കുറ്റത്തിന് നമ്മൾ പഴി കേൾക്കുന്നതിനേക്കാൾ നമ്മൾ ആ കുറ്റം ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള രീതിക്കാണ് ആ ഒരു ഫസ്റ്റ് ലൈനിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, അതില് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ലൈൻ ആണ് നോ ഐ ആം ദാറ്റ് ഐ ആം എന്നുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു ബിബ്ലിക്കൽ അല്യൂഷൻ ആണ്. ഓക്കെ, എക്സോഡസ് 3:14 വരുന്ന ഒരു ബിബ്ലിക്കൽ അല്യൂഷൻ എക്സാമ്പിൾ ആണ് എന്ത്? ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറയുന്നത്. ഇറ്റ് അസേർട്ട് സെൽഫ് ഐഡന്റിറ്റി ആൻഡ് ട്രൂത്ത്ഫുൾനെസ്. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ്. ഓക്കെ, ലൈക്ക് ഞാൻ ഇതുകൊണ്ട് മാറാനായിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ആം എന്നുള്ള ആ ഒരു മീനിങ് ആണ് അതിന് വരുന്നത്. ഓക്കെ, ഇനി ഒരു സോണറ്റ് 121ന്റെ ലാസ്റ്റ് ലൈൻ കൂടെ നമുക്കൊന്ന് നോക്കാം. ഓൾ മെൻ ആർ ബാഡ് ആൻഡ് ഇൻ ദെയർ ബാഡ്നെസ് വെയിൻ എന്നുള്ളതാണ് നമ്മുടെ സോണറ്റ് 121ന്റെ ലാസ്റ്റ് ലൈൻ ആയിട്ട് വരുന്നത്. ഓൾ മെൻ ആർ ബാഡ് ആൻഡ് ഇൻ ദെയർ ബാഡ്നെസ് വെയിൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഏതാനും പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദ ഡാർക്ക് ലേഡി ഓഫ് ദ സോണറ്റ്സ് എന്നുള്ള ഒരു പ്ലേ. ഓക്കെ, അത് എഴുതിയത് ആരാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, അതൊരു ആക്ച്വലി ഒരു ഷോർട്ട് കോമഡി ആണ്. ഓക്കെ, അത് എഴുതിയിരിക്കുന്നത് ബെർണാഡ് ഷോ ആണ്. ഓക്കെ, ജോർജ് ബെർണാഡ് ഷോയുടെ ഒരു ലൈക്ക് ഷോർട്ട് കോമഡി ആണ് ദ ഡാർക്ക് ലേഡി ഓഫ് ദ സോണറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്ലേയില് ദ മാൻ എന്നുള്ള രീതിക്ക് ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അത് ഷേക്സ്പിയർ ആണ്. അതുപോലെ ദ ലേഡി എന്നുള്ള രീതിക്ക് ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അത് ക്വീൻ എലിസബത്ത് ആണ് എന്നുള്ളത് കൂടി ഓർക്കുക. ഓക്കെ, അതുപോലെ റിമംബ്രൻസ് ഓഫ് തിങ്സ് പാസ്റ്റ്. ഓക്കെ, റിമംബ്രൻസ് ഓഫ് തിങ്സ് പാസ്റ്റ് എന്നുള്ള ഒരു ഫ്രേസ് നമ്മുടെ ഷേക്സ്പിയറുടെ ഒരു സോണറ്റിന്ന് ലൈക്ക് മാർസൽ പ്രോസ്റ്റ് എടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ നോവലിന്റെ ഹെഡിങ് കൊടുക്കാനായിട്ട്, നോവലിന്റെ ടൈറ്റിൽ കൊടുക്കാനായിട്ട് മാർസൽ പ്രോസ്റ്റ് എന്നുള്ള എഴുത്തുകാരൻ എടുത്ത ഒരു ഫ്രേസ് ആണ് റിമംബ്രൻസ് ഓഫ് തിങ്സ് പാസ്റ്റ്. ഇത് ഒരു പെർട്ടിക്കുലർ സോണറ്റിലുള്ളതാണ്. അത് ഷേക്സ്പിയറിന്റെ ഏത് സോണറ്റ് ആണ് എന്നതാണ് ചോദ്യം. അത് സോണറ്റ് 30 ആണ്. ഓക്കെ, സോണറ്റ് 30. ഇനി നമുക്കറിയാം സോണറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും 14 ലൈൻസിലുള്ളതായിരിക്കും അല്ലെ. പക്ഷേ ഷേക്സ്പിയറിന്റെ ഒരു പെർട്ടിക്കുലർ സോണറ്റ് മാത്രം 15 ലൈൻസ് ഉള്ളതാണ്. അത് ഏതാണ്? അത് സോണറ്റ് 99 ആണ്. ഓക്കെ, അതേപോലെ 6 കപ്ലെറ്റ്സ് ഉള്ള ഒരു സോണറ്റ് ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്. അത് ഏതാണ് എന്ന് ചോദിച്ചാൽ സോണറ്റ് 126 ആണ്. ഓക്കെ, അതേപോലെ സോണറ്റ് വിത്ത് അയാംബിക് ടെട്രാമീറ്റർ. നമുക്കറിയാം ഈ സോണറ്റ് 154 സോണറ്റ്സുകളിൽ ഭൂരിഭാഗം സോണറ്റ്സും ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നത് അയാംബിക് പെന്റാമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. എന്നാൽ ഒരു പെർട്ടിക്കുലർ സോണറ്റ് മാത്രം അയാംബിക് ടെട്രാമീറ്റർ യൂസ് ചെയ്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് ഏതാണ്? അത് സോണറ്റ് 145 ആണ്. ഓക്കെ, അതേപോലെ സോണറ്റ് 1 ഏറ്റവും ഫസ്റ്റ് സോണറ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ ആദ്യത്തെ ലൈൻ എന്ന് ചോദിച്ചാല് ഇറ്റ് ഈസ് ഫ്രം fairest creatures we desire increase എന്നുള്ള ആ ലൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സോണറ്റ്
1. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. സോ ഇതെല്ലാം നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. സോണറ്റ് 121 റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് HSAക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്.